ഹായ്, എല്ലാവർക്കും എ ടു സെറ്റിൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് വന്നിരിക്കുന്നത് മലബാർ ക്യാൻസർ സെൻറ്ററിൽ വന്നിരിക്കുന്ന വ്യത്യസ്തമായിട്ടുള്ള ഒഴിവുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് അപേക്ഷിക്കാൻ വേണ്ടിയിട്ട് എന്താണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ്, ഏതെല്ലാം ക്വാളിഫിക്കേഷനുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. തീർച്ചയായും താല്പര്യമുള്ള ആളുകൾ ഈ അവസരം ഉപയോഗപ്പെടുത്തുക. നമുക്കായാലും ഈ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെയാണെന്ന് നോക്കാം. ഇപ്പോൾ കേരളത്തിൽ വ്യത്യസ്തമായിട്ടുള്ള മേഖലയിലൊക്കെ സർക്കാർ സ്ഥാപനങ്ങളിലൊക്കെ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആൾക്ക് ഗവൺമെൻറ് ഓഫ് കേരളയുടെ കീഴിലുള്ള മലബാർ ക്യാൻസർ സെൻറ്റർ ഇപ്പോൾ പുതിയ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ വേക്കൻസി വന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ കോൺട്രാക്ട് ബേസിലായിരിക്കും നിങ്ങൾക്ക് നിയമനമൊക്കെ ഉണ്ടായിരിക്കുക. ടെക്നീഷ്യൻസ് ന്യൂക്ലിയർ മെഡിസിൻ വിഭാഗത്തിലേക്ക് ഇപ്പോൾ ഒരു വേക്കൻസി. BSc ന്യൂക്ലിയർ മെഡിസിനാണ് വേണ്ടത്. DMRIT ഉള്ളവർക്കും ഡിപ്ലോമ ഇൻ മെഡിക്കൽ റേഡിയോ ഐസോട്ടോപ്പ് ടെക്നിക്സ് ഉള്ളവർക്കൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. ഒരു വേക്കൻസിയാണ്. 60,000 രൂപയായിരിക്കും ശമ്പളം. പിന്നെ പ്രൊഫസർ മെഡിക്കൽ ബയോകെമിസ്ട്രി വിഭാഗത്തിലേക്ക് MSc മെഡിക്കൽ ബയോകെമിസ്ട്രി വിത്ത് PhD ഉള്ളവർക്കാണ് അതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുക. ഒരു വേക്കൻസിയാണ്. 50,000 രൂപ വരെ ശമ്പളം ലഭിക്കുന്നതാണ്. പിന്നെ സ്റ്റാഫ് നേഴ്സ് എന്ന് പറഞ്ഞ പോസ്റ്റിലേക്ക് ക്വാളിഫിക്കേഷൻ പറഞ്ഞേക്ക് ജനറൽ നഴ്സിംഗ് ആൻഡ് മിഡ് വൈഫറി ഉള്ളവർക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റുക. 2 വേക്കൻസിയാണ്. 25,700 ശമ്പളം ലഭിക്കുക. പിന്നെ ബയോമെഡിക്കൽ ടെക്നീഷ്യൻസ് വിഭാഗത്തിലേക്ക് ഡിപ്ലോമ ഇൻ ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ് ഓർ BTech ഇൻ ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. ഒരു വേക്കൻസി. 25,000 രൂപയായിരിക്കും അതിലേക്ക് പറഞ്ഞിരിക്കുന്ന ശമ്പളം. പിന്നെ റെസിഡൻറ്റ് സ്റ്റാഫ് നഴ്സ് വിഭാഗത്തിലേക്ക് BSc നഴ്സിംഗ് GNM അതുപോലെ പോസ്റ്റ് ബേസിക് ഡിപ്ലോമ ഉണ്ടായിരിക്കുക. ഒരു 5 വേക്കൻസിയാണ്. 20,000 രൂപ വരെയായിരിക്കും ശമ്പളം. പിന്നെ റെസിഡൻറ്റ് ടെക്നീഷ്യൻ ക്ലിനിക്കൽ ലാബ് വിഭാഗത്തിലേക്ക് BSc MLT ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. അതിലേക്ക് ഒരു വേക്കൻസി. 17,000 രൂപ ശമ്പളം ഉണ്ടായിരിക്കും. പിന്നെ പേഷ്യൻ്റ് കെയർ അസിസ്റ്റൻറ്റ് വിഭാഗത്തിലേക്ക് +2 ആണ് ക്വാളിഫിക്കേഷൻ. 5 വേക്കൻസി. 10,000 രൂപയായിരിക്കും ശമ്പളം. പിന്നെ റെസിഡൻറ്റ് ബയോമെഡിക്കൽ ടെക്നീഷ്യൻ വിഭാഗത്തിലേക്ക് ഡിപ്ലോമ ഓർ ഗ്രാജുവേറ്റ് ആണ് വേണ്ടത്. ഒരു വേക്കൻസി. 8,000 രൂപയായിരിക്കും ശമ്പളം ലഭിക്കുക. അപ്പോൾ ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ താല്പര്യമുള്ളവർ 24/9/2024 12 മണിക്ക് മുമ്പായി ഓൺലൈനായിട്ടാണ് രജിസ്റ്റർ ചെയ്യേണ്ടത്. ഓൺലൈനായിട്ട് രജിസ്റ്റർ ചെയ്യേണ്ടത് mcc.kerala.gov.in എന്ന് പറയുന്ന ഭാഗത്ത് പോയിട്ട് കരിയർ എന്ന് പറയുന്ന പേജിലാണ് ഈ ഒരു അവസരങ്ങളൊക്കെ ലഭിക്കുക. അപ്പോൾ താല്പര്യമുള്ള ആളുകൾ ഈ അവസരം ഉപയോഗപ്പെടുത്തുക. നെക്സ്റ്റ് ഒരു നോട്ടിഫിക്കേഷനുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.